ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല ദിവസത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുകയുണ്ടായി ദൈവവചനത്തെ എങ്ങനെ പഠിക്കണം എന്ന്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എല്ലാ വചനവും ദൈവത്തിൻ്റെ ശ്വാസമാണ്. ഓൾ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ഗോഡ് ബ്രെത്ത്. എല്ലാ വചനവും ദൈവശ്വാസമാണ്. അപ്പോൾ തന്നെ പൗലോസ് പറയുകയാണ്, ദൈവവചനത്തെ ശരിയായി വിഭാജിച്ച് വേണം നമ്മൾ പഠിക്കുവാൻ. We need to study the word of God, rightly dividing the word of truth. അപ്പോൾ ദൈവവചനത്തെ ശരിയായിട്ട് എങ്ങനെ വിഭജിച്ച് പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. അഥവാ ശരിയായി വിഭജിച്ചില്ലെങ്കിൽ ഉള്ള കുഴപ്പങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി ദൈവത്തിന് 2 പദ്ധതികൾ ഉണ്ടായിരുന്നു. ഭൂമണ്ഡലത്തെ നേടുവാനും മറ്റൊന്ന് സ്വർഗമണ്ഡലത്തെ നേടുവാൻ വേണ്ടിയുള്ള 2 പദ്ധതികൾ ദൈവം തന്നെ ആരംഭിച്ചത്. ഒരു പദ്ധതി ദൈവം പ്രവചന പദ്ധതിയായിട്ട് ദൈവം ആദ്യം മുതലേ അത് തൻ്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരിൽ കൂടി അരുളി ചെയ്തതാണ്. അപ്പോൾ തന്നെ മറ്റ് പദ്ധതി, അതായത് നിഗൂഢ പദ്ധതി, അതായത് ദ മിസ്റ്ററി പ്രോഗ്രാം, ദൈവം ക്രിസ്തുവിൽ തന്നെ അത് മറച്ചിരുന്നു. കർത്താവായ യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലനാണ് അത് ആദ്യം വെളിപ്പെടുത്തി കൊടുത്തതും. പിന്നെ പൗലോസ് അപ്പോസ്തലൻ മുഖാന്തരം കൃപയുടെ യുഗത്തിലെ മറ്റ് അപ്പോസ്തലന്മാർക്കും മറ്റ് ശുശ്രൂഷകന്മാർക്കും നമുക്കും അത് വെളിപ്പെട്ട് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായി. അപ്പോൾ തന്നെ 2 വ്യത്യസ്ത സുവിശേഷങ്ങൾ, 2 വ്യത്യസ്ത പദ്ധതികൾ. രാജ്യത്തിന്റെ സുവിശേഷം ഈ ഭൂമണ്ഡലത്തെ നേടുവാൻ വേണ്ടി, അതിന് മുഖാന്തരം ഇസ്രായേലിൽ കൂടി ദൈവം മറ്റ് ലോകരാഷ്ട്രങ്ങളെയും അനുഗ്രഹിക്കും എന്നുള്ള അബ്രഹാമിനോടുള്ള ആ വാഗ്ദത്തം നിറവേറ്റുന്ന ആ ഒരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനിടയായി. അപ്പോൾ തന്നെ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളിൽ ഉപയോഗിച്ച് കർത്താവായ യേശു ക്രിസ്തു സ്വർഗീയ മണ്ഡലങ്ങളെയും ശുദ്ധീകരിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ആ 2 പദ്ധതിയെക്കുറിച്ച് അധികം പഠിക്കാൻ പോവുകയാണ്. നമ്മൾ യോബിന്റെ പുസ്തകം 15-ാം അധ്യായം 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, സ്വർഗസ്ഥലങ്ങളിലും അത് മലിനമായിരിക്കുകയാണ്. തൻ്റെ വിശുദ്ധന്മാരിലും അവന് വിശ്വാസമില്ലല്ലോ, സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ലല്ലോ എന്ന് വായിക്കുന്നുണ്ട്. അതായത് ലൂസിഫർ, നമ്മൾ അതിനെ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം. 3 സ്വർഗങ്ങളെ കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ വായിക്കാൻ ഇടയാകുന്നുണ്ട്. 1-ാം സ്വർഗം നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ആണ്. ആദ്യത്തെ സ്വർഗം പക്ഷികൾ പറക്കുന്ന ഭൂമണ്ഡലം, അതാണ് എർത്ത്സ് അറ്റ്മോസ്ഫിയർ. 2-ാം സ്വർഗമാണ് ദ പ്ലാനറ്റേറിയൻ ഹെവൻ, അതായത് ഗ്രഹങ്ങൾ, സ്വർഗഗ്രഹങ്ങൾ, നക്ഷത്രങ്ങളും ഒക്കെ ഉള്ളടങ്ങുന്ന ആ ഒരു മേഖല, ദ സെക്കൻഡ് ഹെവൻ. 3-ാം സ്വർഗമാണ് പിതാവാം ദൈവത്തിന്റെ സിംഹാസനം ഇരിക്കുന്ന ആ മണ്ഡലം, ദ തേർഡ് ഹെവൻ. നമ്മൾ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2 മുതൽ 4-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൗലോസ് അപ്പോസ്തലൻ എങ്ങനെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുകയുണ്ടായി. അതിനെക്കുറിച്ച് നമുക്ക് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാനിടയാകും. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന, അവിടെ സ്വർഗീയ ഭാഷകൾ കേട്ടു, അത് ഉച്ചരിച്ചു കൂടാത്തതും മനുഷ്യന് പറയാൻ അനുമതിയില്ലാത്ത ഒരു ലാംഗ്വേജ് ആണ് സ്വർഗീയ ഭാഷ എന്ന് നമുക്ക് ഈ വാക്യങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ ഇടയാകും. നമുക്ക് മുൻപോട്ട് പോകാം. ഭൂമണ്ഡലത്തിന് 12 വിഭജനങ്ങളുണ്ട്. There are 12 divisions to the worldly or earthly realms. നമുക്ക് ആവർത്തന പുസ്തകം 32-ന്റെ 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ
അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. സ്തോത്രം. അപ്പൊ നമ്മൾ ഇത് നോക്കാം. ഇസ്രായേൽ മക്കളുടെ എണ്ണം അനുസരിച്ചാണ്, ആ ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ചാണ് ദൈവം അന്യജാതികൾക്കും ഈ ഭൂമണ്ഡലത്തെ വിഭാജിച്ചു കൊടുത്തത്. നമുക്കറിയാം ഇസ്രായേലിന് 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ യാക്കോബിന്റെ 12 മക്കള്, ഗോത്രപിതാക്കന്മാർ. അപ്പോൾ ആ ഒരു ഡിവിഷനാണ് 12 ഡിവിഷൻസ് ഓഫ് ദിസ് വേൾഡ്. കർത്താവ് യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, ഈ 1000 ആണ്ട് വാഴ്ച ദൈവം തന്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഈ 12 ശിഷ്യന്മാരും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ എന്ത് ചെയ്യും? വിധിക്കും. അതായത് അവർക്ക് ന്യായപാലനം ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ ഉപയോഗിച്ച്, ഇസ്രായേലിനെ ഉപയോഗിച്ചാണ് ദൈവം ആ സമയത്തെ അന്യ ജാതികൾ, അന്യ രാഷ്ട്രങ്ങളെയും ഈ ദൈവ കൃപയിലേക്ക് കൊണ്ടുവരുന്നത്. തിരുവചനം എഴുതിയിരിക്കുന്നത് പോലെ സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഭൂമിയെങ്ങും ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് നിറയും എന്നുള്ളൊരു വാഗ്ദത്തം ആ ടൈമിലാണ് അത് ഫുൾഫിൽ ആകുന്നത്. അപ്പൊ നമുക്കറിയാം ഭൂമിക്ക് 12 ഡിവിഷൻസ് ഉണ്ട്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങൾ ആകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം സകലതും ക്രിസ്തുവാൽ ആണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇതേ വാക്യം നമ്മൾ കിങ് ജെയിംസ് ബൈബിൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഓൾ തിങ്സ് വർ ക്രിയേറ്റഡ് ബൈ ക്രൈസ്റ്റ് എന്നാണ്. മറ്റ് ഇംഗ്ലീഷ് വെർഷൻസിൽ നോക്കിയാൽ ത്രൂ ക്രൈസ്റ്റ് എന്നാണ്. അതായത് ആ അർത്ഥം വരുന്നത് പിതാവായ ദൈവം ആദ്യം ക്രിസ്തുവിനെ സൃഷ്ടിച്ചു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ക്രിസ്തു ഉണ്ടായി, പിന്നെ ക്രിസ്തു മുഖാന്തരം ത്രൂ ക്രൈസ്റ്റ് ബാക്കിയുള്ള സകലതിനെയും സൃഷ്ടിച്ചു എന്നുള്ളൊരു അർത്ഥം വരും ഈ മറ്റ് ഇംഗ്ലീഷ് വേർഷൻസിൽ നമ്മൾ പഠിച്ചാൽ. പക്ഷെ അത് തെറ്റായ ഒരു കാര്യമാണ്. യഥാർത്ഥമായിട്ടുള്ള മെജോറിറ്റി ടെക്സ്റ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റസ് റെസെപ്റ്റസ്, മെജോറിറ്റി ടെക്സ്റ്റ് ബേസിസിലാണ് കിങ് ജെയിംസ് ബൈബിളിന്റെ ട്രാൻസ്ലേഷൻ നടന്നിരിക്കുന്നത്. ആ ബൈബിളിലാണ് യഥാർത്ഥമായ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. പല വാക്യങ്ങൾ നമുക്ക് മുൻപോട്ട് ഉള്ള ക്ലാസ്സസിലൊക്കെ എടുക്കാം, നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് ക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്നൊക്കെ എഴുതിയിരിക്കുന്നു. ബട്ട് ഇറ്റ് ഈസ് ബൈ ക്രൈസ്റ്റ്, ക്രിസ്തുവാൽ സകലതും സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് അതിന്റെ യഥാർത്ഥ മീനിങ്. അപ്പൊ ദൈവം തന്നെ സ്വർഗത്തിൽ ഒരു ഗവൺമെന്റൽ അതോറിറ്റി, അതായത് പല ഹൈറാർക്കി ദൈവം തന്നെ സൃഷ്ടിച്ചതാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ വായിച്ചതുപോലെ സിംഹാസനങ്ങളെ, അധികാരങ്ങളെ, വാഴ്ചകളെ, പ്രധാന ദൂതന്മാരെ, അങ്ങനെ ഹൈറാർക്കി ആൻഡ് ഓർഡർ ഉണ്ട് സ്വർഗീയ ഗവൺമെന്റിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ പഠിച്ചപ്പോൾ സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമിയിലും ഒരു ഗവൺമെന്റൽ ഓർഡർ, സ്വർഗത്തിൽ എങ്ങനെ ഒരു ഹൈറാർക്കി ഉണ്ടോ അതുപോലൊരു ഹൈറാർക്കി ഭൂമിയിലും ഉണ്ടാകും. റൈറ്റ്? അപ്പോൾ നമുക്ക് അറിയാം ഈ പാപം ആദ്യം ഉളവായത് ആദാമിലല്ല. റൈറ്റ്? ആദാമിൽ കൂടിയാണ് ഈ പാപവും അതിൻ്റെ തൽഫലങ്ങളും മാനവജാതിയിലും ഈ ഭൂമണ്ഡലത്തിലേക്ക് പ്രവേശിച്ചത്. പക്ഷെ പാപം ആദ്യം ഉളവായത് സ്വർഗമണ്ഡലങ്ങളിലാണ്. റൈറ്റ്? നമുക്കറിയാം ലൂസിഫർ ഒരു മറയ്ക്കുന്നൊരു കെറൂബായിരുന്നു. എഹെസ്കേൽ 38-ാമത്തെ അധ്യായം 14-16 ആ വാക്യങ്ങളൊക്കെ
വായിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അധികം മനസ്സിലാക്കാൻ കഴിയും. യെശയ്യാവിന്റെ പുസ്തകത്തിലും ലൂസിഫറിന്റെ വീഴ്ചയെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എഫേസ്യർക്കെതിരെ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഈ കൃപായുഗത്തിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ പോരാട്ടം ആരോടാണെന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. അത് ജഡരക്തങ്ങളോടല്ല, അതായത് മറ്റ് മനുഷ്യരോടോ മറ്റ് ജാതികളോടോ മറ്റ് മതസ്ഥരോടോ ഒന്നുമല്ല, മറിച്ച് ആരോടാണ്? സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടത്രേ. അതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ലൂസിഫർ ദൈവ കൃപയിൽ നിന്ന് വീണപ്പോൾ, അത് പാപം അവന്റെ ഹൃദയത്തിൽ, അഹങ്കാരം അവന്റെ ഹൃദയത്തിൽ ആദ്യമായി ഉളവായപ്പോൾ, നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവനെ സൃഷ്ടിച്ചത് ദൈവം പെർഫെക്റ്റ് ആയിട്ടാണ് സൃഷ്ടിച്ചത്. ഗോഡ് ഈസ് നോട്ട് ദ ഓഥർ ഓഫ് ഈവിൽ. ദൈവം ലൂസിഫറിനെ സാത്താനായിട്ടല്ല സൃഷ്ടിച്ചത്. പക്ഷെ ദൈവം എല്ലാവർക്കും ഒരു ഫ്രീ വിൽ കൊടുത്തിട്ടുണ്ട്. വരുന്ന വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം. ലൂസിഫറിന്റെ ഹൃദയത്തിൽ ഒരു മോഹമുണ്ടായിരുന്നു, അവന് ക്രിസ്തുവെ പോലെ, അവന് ദൈവത്തെ പോലെ ആകണം. റൈറ്റ്? ദൈവത്തിന്റെ സിംഹാസനത്തിന് മീതെ അവന്റെ സിംഹാസനം ഇരിക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അത് ദൈവത്തെ പോലെ ആകുവാന്ന് പറഞ്ഞാൽ അത്യുന്നതനായ ദൈവത്തെ പോലെ ആകണം എന്നാണ്. അത്യുന്നതനായ ദൈവം അബ്രഹാമും മൽക്കീസദേക്കും ആ ഒരു സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അത്യുന്നതനായ ദൈവം എന്ന് പറഞ്ഞാൽ ഗോഡ് എൽ ഷദായ്, ഓൾ മൈറ്റി ഗോഡ് എന്ന് പറഞ്ഞാൽ ദ പൊസസർ ഓഫ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്സ് എന്നാണ്. അതായത് ഭൂമണ്ഡലത്തിന്റെയും സ്വർഗമണ്ഡലത്തിന്റെയും അധികാരി, ഉടമസ്ഥൻ. അപ്പൊ ആർക്കാകണം ആ ഒരു പൊസിഷൻ? ലൂസിഫറിനാകണം. അതാണ് അവന്റെ വീഴ്ചയുടെ കാരണം. അപ്പോൾ തന്നെ നമ്മൾ യെഹെസ്കേൽ 28:15 മുതൽ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ലൂസിഫർ ഈ പാപം വ്യാപാരം ചെയ്യുകയുണ്ടായി. അതായത് മറ്റ് ദൂതന്മാരോടും മറ്റ് ലെവൽസ്, മറ്റ് അതോറിറ്റേറ്റീവ് പൊസിഷൻസിൽ ഇരിക്കുന്ന ദൂതന്മാരോടും സമീപിച്ച് തൻ്റെ പാപം, തൻ്റെ അതിക്രമത്തെ അവർ വ്യാപാരം ചെയ്യുകയുണ്ടായി. നമുക്ക് ഈ ഒരു വാക്യം വായിക്കാം. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്ന് എണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. അപ്പൊ ഈ ഒരു വാക്യം നമ്മൾ ശ്രദ്ധിച്ചോ? അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? നിന്നെ ഞാനൊരു അശുദ്ധമായ ഒരു വസ്തുവായി എണ്ണി. അപ്പോൾ ലൂസിഫർ വീണപ്പോൾ തിരുവചനം പറയുന്ന 1/3 ദൂതന്മാരും അവനോടൊപ്പം ദൈവത്തിനെതിരുള്ള മത്സരത്തിൽ, സൃഷ്ടിതാവായ ദൈവത്തിനെതിരുള്ള മത്സരത്തിൽ 1/3 ദൂതന്മാരും അവനോട് ചേർന്നു. ഇല്ലേ? അപ്പോൾ സ്വർഗമണ്ഡലങ്ങൾ എന്തായി? അശുദ്ധമായി തീർന്നു. അപ്പൊ ആ വാക്ക് ഇവിടെ വന്നല്ലോ, അശുദ്ധമായി തീർന്നു എന്ന്. അപ്പോൾ തന്നെ ഒരു കാര്യം എൻ്റെ ഹൃദയത്തിൽ വന്നത്, ഇവിടെ എഴുതുന്ന അഗ്നിമയമായ രഥങ്ങൾ. നമ്മൾ ഓർക്കുന്നുണ്ടോ? ഏലിയാവിനെ കൂട്ടിച്ചേർക്കുവാൻ ദൈവം എന്താ അഗ്നിമയമായ രഥങ്ങളെ അയച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിലായിരുന്നു ആര്? ഈ ലൂസിഫറും അങ്ങനെയുള്ള പല ദൂതന്മാര്. എനിഹാവ്, അപ്പൊ നമുക്കിത് ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ലൂസിഫർ അവന്റെ അതിക്രമത്തെ വ്യാപാരം ചെയ്തു. അത് വളരെ അധികം വ്യാപാരം ചെയ്തു എന്നാണ് തിരുവചനം പറയുന്നത്. മത്തായി സുവിശേഷം 4:8-9 വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ലൂസിഫർ ഇങ്ങനെ ഒരു സെയിൽസ് പിച്ചുമായിട്ടായിരിക്കാം മറ്റ് ദൂതന്മാരുടെ അരികിൽ എത്തിയത്. നമുക്കൊന്ന് വായിക്കാം. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു.
വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. കണ്ടോ, ലൂസിഫർ യേശു ക്രിസ്തുവിനെ ഒരു ഉയർന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഈ ലോകരാഷ്ട്രങ്ങളുടെ മഹിമകളൊക്കെ കാണിച്ചിട്ട് പറയുക, ഇതൊക്കെ ഞാൻ നിനക്ക് തരാം, എന്തിന് ക്രൂശിന്റെ ആവശ്യമില്ല. കാരണം സാത്താന് അറിയാം യേശു ക്രിസ്തു മുഖാന്തരം ദൈവം ഇസ്രായേലിനെ രക്ഷിക്കുന്നു. ശിഷ്യന്മാർ പലരും വിശ്വസിച്ചില്ല. എന്നാൽ സാത്താൻ അറിയാമായിരുന്നു ക്രൂശിക്കപ്പെടുന്ന കാര്യങ്ങളും അതെല്ലാം, യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതും യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാര്യങ്ങൾ അതെല്ലാം ആർക്കറിയാമായിരുന്നു? സാത്താൻ അറിയാമായിരുന്നു. കാരണം അതെല്ലാം പ്രവചന പദ്ധതിയായിട്ട് മുൻപേ പറഞ്ഞ കാര്യങ്ങളിലുള്ള കാര്യങ്ങളാണ്, ഇല്ലേ? അപ്പൊ നമുക്ക് മുൻപോട്ട് പോകാം. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നു ലൂസിഫർ മറ്റുള്ള ദൂതന്മാരും മറ്റനേക അധികാര സ്ഥലങ്ങളിൽ ഇരിക്കുന്നവരെ ഇതുപോലെ ഒരു സെയിൽസ് പിച്ച്, ഒരു ഓഫറുമായിട്ട്, ദൈവം നിങ്ങൾക്ക് ഇപ്പോൾ നൽകിയതിനെക്കാട്ടിലും ബെറ്റർ, മെച്ചമായ ഒരു സാഹചര്യം, ഒരു പൊസിഷൻ ഞാൻ നിങ്ങൾക്ക് നൽകാം എന്നൊക്കെ ഒരു ഓഫർ ആയിരിക്കാം കൊടുത്തിരുന്നത്. നമുക്ക് മുൻപോട്ട് പോകാം. ഭൂമിയിലെ ഓരോ വിഭജനത്തിനും ഓരോ പ്രധാന ദൂതന്മാർ ഉണ്ടായിരുന്നു. അതായത് 12 ഡിവിഷൻസ് ഉണ്ടെന്ന് നമ്മൾ മുമ്പ് പഠിച്ചു. ഓരോ ഡിവിഷൻസിനും ഓരോ പ്രധാന ദൂതന്മാർ. നോക്കണേ, ഗബ്രിയേൽ ഒരു പ്രധാന ദൂതനല്ല. ഗബ്രിയേൽ ദ മെസഞ്ചർ ഓഫ് ഗോഡ്. എവിടെല്ലാം ദൈവത്തിന്റെ ദൂതുവാഹിയാണ് ഗബ്രിയേൽ. റൈറ്റ്? അപ്പൊ ഗബ്രിയേലിന്റെ ഓഫീസ് വേറെയാണ്, എന്നാൽ പ്രധാന ദൂതന്മാരുടെ ഓഫീസ് വേറെയാണ്. നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 13, 20, 21 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ആ വാക്യങ്ങളൊന്ന് വായിക്കാം. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോട് കൂടെ അവിടെ വിട്ടേച്ചു. അതിന് അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനെന്ന് നീ അറിയുന്നുവോ? ഞാൻ ഇപ്പോൾ പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. ഞാൻ പുറപ്പെട്ട ശേഷമോ യവന പ്രഭു വരും. എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം. നിങ്ങളുടെ പ്രഭുവായ മീഖായേൽ അല്ലാതെ ഈ കാര്യങ്ങളിൽ എന്നോടുകൂടെ ഉറച്ചു നിൽക്കുന്നവൻ ആരുമില്ല. കണ്ടോ, ഇത് ഗബ്രിയേൽ, ദൈവം ഗബ്രിയേലിനെ അയച്ചു. ദാനിയേൽ യെരമ്യാവിന്റെ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായി 70 വർഷം കൊണ്ട് അവർക്ക് ബാബിലോണിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിക്കും എന്നുള്ള കാര്യം മനസ്സിലായി. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് ലഭിക്കുവാൻ വേണ്ടി ദാനിയേൽ പ്രാർത്ഥന തുടങ്ങി, ഉപവാസ പ്രാർത്ഥന തുടങ്ങി അന്ന് തന്നെ ദൈവം ഗബ്രിയേൽ തന്റെ മെസ്സഞ്ചറിനെ അയച്ചു ഈ ദർശനത്തിന്റെയും പ്രവചനത്തിന്റെയും വ്യാഖ്യാനവുമായിട്ട്. പക്ഷെ ഫാർസി പ്രഭു, ഇതൊരു സാധാരണ ഒരു പ്രൈം മിനിസ്റ്ററോ പ്രസിഡന്റ് ഓഫ് പേർഷ്യ അല്ല. ഇതാരാണ്? ഒരു ഹെവൻലി ഒരു ബീയിങ് ആണ്. ഇതൊരു ഏഞ്ചൽ. ഒരു ഫാർസി പ്രഭു ആ ഒരു ഡിവിഷനെ കീഴടക്കി വാഴുന്ന ഒരു പ്രധാന ദൂതനാണ്. പക്ഷെ ഈ ദൂതന്മാരെല്ലാരും എന്ത് പറ്റി? ഈ ഒരു വാക്യം 21 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി 12 ഡിവിഷൻസിൽ നിന്ന് വെറും മീഖായേൽ മാത്രമേ സൃഷ്ടിതാവായ ദൈവത്തോട് ചേർന്ന് നിന്നുള്ളൂ. ബാക്കി 11 പ്രധാന ദൂതന്മാരും, അതായത് ബാക്കി ഡിവിഷൻസിന്റെ വെറും ആ ലെവൽ, കേട്ടോ, മറ്റ് അനേക ലെവലിലുണ്ട്. വീണവരും വീഴാത്തവരുമായ അനേക ദൂതന്മാർ, അനേക ഹയർ അതോറിറ്റീസ് അവിടെ ഉണ്ട്. എന്നാൽ പ്രധാന ദൂതന്മാരിൽ ആരും തന്നെ മീഖായേലിനെ സഹായിപ്പാൻ വന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതിന്റെ കാരണം ബാക്കി 11 പേരും ലൂസിഫറിനോട് ചേർന്നതാണ്. നമുക്ക് നമ്മുടെ ബൈബിളിൽ നമ്മൾ പല ഇടങ്ങളിൽ വായിക്കുമ്പോൾ പ്രധാന ദൂതന്മാർക്ക് വ്യത്യസ്തമായ പേരുകൾ നൽകിയിട്ടുണ്ട്. ദാനിയേൽ 10:13 ഇങ്ങനെയാണ് വായിക്കുന്നത്: പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തൻ ആയ മീഖായേൽ. 1 കൊരിന്ത്യർ 2:8 എഴുതിയിരിക്കുന്ന അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ. കണ്ടോ, ഇവിടെ കണ്ടോ,
ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ ക്രിസ്തുവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്നുള്ളൊരു വാക്യമാണത്. അപ്പൊ കണ്ടില്ലേ, അവിടെയും പ്രധാന ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരാണ്? ഈ പ്രധാന ദൂതന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് യൂദയുടെ ലേഖനം 1:9 എഴുതിയിരിക്കുന്ന, എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ, പ്രധാന ദൂതനായ മീഖായേൽ. ദാനിയേൽ 10:20 യവന പ്രഭു വരും. അപ്പൊ പ്രഭു എന്നും വിളിച്ചിട്ടുണ്ട്, പ്രധാന ദൂതനായ വിളിച്ചിട്ടുണ്ട്. അത് തന്നെ ദാനിയേൽ 10:13 ഫാർസി രാജ്യത്തിന്റെ പ്രഭു എന്ന് പറയുന്നുണ്ട്. 1 തെസ്സലോനിയർ 4:16 കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടി വരുന്നു. അതായത് കർത്താവിന്റെ രഹസ്യവരവിനെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് 1 തെസ്സലോനിയർ 4:16 യൂദയുടെ ലേഖനം 1:9 ദ ആർക്ക് ഏഞ്ചൽ, അതായത് ഏകവചനത്തിലാണ് എഴുതിയിരിക്കുന്നത്, ദ ആർക്ക് ഏഞ്ചൽ. അതേസമയം ദാനിയേൽ 10:13 എഴുതിയിരിക്കുന്ന പ്രധാന പ്രഭുക്കന്മാരിൽ ഒരാള്, അതായത് പ്ലൂറലാണ്, പലരുണ്ടായിരുന്നു. പക്ഷെ സത്യത്തിനും നീതിക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ മാത്രമുള്ളൂ, അത് മീഖായേൽ. അതുകൊണ്ടാണ് അവിടെ ഏകവചനത്തിൽ 1 തെസ്സലോനിയർ 4:16 എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, യൂദാലേഖനം 1:9 മോശയുടെ ശരീരത്തിന് വേണ്ടി സാത്താൻ വാദം ഉയർത്തിയപ്പോൾ മീഖായേലാണ് വന്ന് പറയുന്നത്, ദൈവം നിന്നെ ശാസിക്കട്ടെ എന്ന്. അവിടെ മീഖായേലിനോടൊപ്പം വേറെ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. അതിന്റെ കാരണം എന്താണ്? ബാക്കി പ്രധാന ദൂതന്മാരൊക്കെയും എന്ത് ചെയ്തു? അവര് ലൂസിഫറിന്റെ പ്രലോഭനത്തിൽ ചേർന്ന് അവരെല്ലാവരും സൃഷ്ടിതാവായ ദൈവത്തിനെതിരെ മത്സരിച്ചു. നമുക്ക് ഇനി പരിചയമുള്ള ഒരു വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം 3:5 വാക്യം. ഇത് ഞാൻ ഇംഗ്ലീഷിൽ പല വേർഷൻസ് കമ്പയർ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കിങ് ജെയിംസ് ബൈബിൾ പറയുന്നത്, ഫോർ ഗോഡ് ഡത്ത് നോ ദാറ്റ് ഇൻ ദ ഡേ ye eat thereof, then your eyes shall be opened, and ye shall be as gods. Small letter G and plural, knowing good and evil. അതേസമയം ബാക്കി NIV, NLT, ESV, NKJV ഒക്കെ നോക്കിയാൽ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെ? ഫോർ ഗോഡ് നോസ് ദാറ്റ് വെൻ യു ഈറ്റ് ഫ്രം ഇറ്റ് യുവർ ഐസ് വിൽ ബി ഓപ്പൺഡ് ആൻഡ് യു വിൽ ബി ലൈക്ക് ക്യാപിറ്റൽ G ഗോഡ് നോയിങ് ഗുഡ് ആൻഡ് ഈവിൾ. ക്യാപിറ്റൽ G ഗോഡ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിതാവായ ദൈവമാണ്. അപ്പൊ നോക്കണേ, ലൂസിഫറിന്റെ യഥാർത്ഥ ആഗ്രഹം എന്തുവായിരുന്നു? സൃഷ്ടിതാവായ ദൈവത്തെ പോലെ ആകണം എന്നായിരുന്നു, ഇല്ലേ? അപ്പോൾ അഥവാ ഈ ജ്ഞാനത്തിന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ, അഥവാ സൃഷ്ടിതാവായ ദൈവത്തെ പോലെ ആയിരുന്നെങ്കിൽ ഹൗവാക്ക് കൊടുക്കുന്നതിന് പകരം ആദ്യം അവനില്ലേ അത് കഴിക്കേണ്ടത്. പക്ഷെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ എന്തുവാ? കിങ് ജെയിംസ് ബൈബിളിലെ ലൂസിഫർ പറഞ്ഞത് എന്തുവാ? നീ ഞങ്ങളെപ്പോലെ ദൈവങ്ങൾ ആകും എന്നാണ്. മലയാളം ബൈബിളിൽ അതിന്റെ ട്രാൻസ്ലേഷൻ ശരിയായി വന്നിട്ടില്ല. അവിടെ ഏകവചന ദൈവത്തെ പോലെ ആകുന്ന. എന്നാൽ തമിഴ് ബൈബിളില് അങ്ങനെയല്ല. തമിഴ് ബൈബിൾ ഇച്ചൂടെ ട്രാൻസ്ലേഷൻ കറക്റ്റാ. ഇത് ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആ തമിഴ് ബൈബിളിന്റെ മലയാളത്തിലേക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വാക്യം നോക്കും, ദൈവങ്ങളെ പോലെ ആകും എന്ന് ദൈവം, ഏകവചനം ദൈവം അറിയുന്നു. കണ്ടോ? അപ്പോൾ സാത്താൻ കൊടുത്ത ഓഫർ എന്തായിരുന്നു? ലൂസിഫർ ഹവ്വ കൊടുത്ത ഓഫർ എന്തുവാ? ആദാമിനും ഹവ്വാനും കൊടുത്ത ഓഫർ എന്തുവാ? ഞങ്ങൾ ദൈവങ്ങളെ പോലാകും എന്ന്, അല്ലേ? നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. അത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയി ഒരു കാര്യം മനസ്സിലാക്കാൻ. സങ്കീർത്തനം 82 സങ്കീർത്തനം, അതിന്റെ 1 വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഗോഡ്. അവിടെ എലോഹീം എന്നാണ് ഹീബ്രു ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. എലോഹീം stands in the divine assembly. He
administers judgment in the midst of the gods. Small letter G plural. അവിടെയും എലോഹീം എന്നാണ് ഹീബ്രു വേർഡ്. അപ്പൊ പലരും പറയും ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്നവർ പലർ പറയും ദാണ്ട് എലോഹീം എന്ന വാക്ക് പലർക്കും എഴുതിയിട്ടുണ്ട്, ദൂതന്മാർക്കും എഴുതിയിട്ടുണ്ട്, രാജാക്കന്മാർക്കും വേണ്ടിയും എഴുതിയിട്ടുണ്ട്. അപ്പൊ ക്രിസ്തു യഥാർത്ഥമായിട്ട് ദൈവമല്ലായിരുന്നു, ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ദൈവമല്ലായിരുന്നു എന്നൊക്കെ പ്രൂവ് ചെയ്യുന്നവർ ഈ ഒരു വാക്യം എടുത്ത് കാണിക്കാറുണ്ട്. ദൂതന്മാർക്കും എലോഹീം കൊടുത്തിട്ടുണ്ട്. യേശു വെറും ദ ഏഞ്ചൽ ഓഫ് ഗോഡ് ആയിരുന്നു, ഹി വാസ് ജസ്റ്റ് എ മെസ്സഞ്ചർ ഓഫ് ഗോഡ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ നോക്കണം, ഈ വാക്യം മലയാളത്തിൽ നമുക്കൊന്ന് വായിക്കാം. എലോഹീമുകളുടെ മധ്യേ നോക്കണേ, KJV മാത്രമാണ് ദ ഗോഡ്സ്, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഗോഡ്സ്. ഒരു ദൈവം, ഒരു എലോഹീം മറ്റ് എലോഹീമുകളെ ന്യായം വിധിക്കുകയാണ്. അപ്പൊ നമ്മുടെ ദൈവം ദൈവാദി ദൈവമാണ്, രാജാതി രാജാവാണ്. കണ്ടോ, ദൈവാദി ദൈവം എങ്ങനായി നമ്മുടെ ദൈവം? ക്രിസ്തു എങ്ങനെ ദൈവാദി ദൈവമായി? കാരണം ക്രിസ്തു ആണ് മറ്റ് ദൈവന്മാരെ, മറ്റ് എലോഹിമികളെയും ന്യായം വിധിക്കുന്നത്. പിതാവായ ദൈവം സകല ന്യായവിധിയുടെ ഉത്തരവാദിത്വവും ക്രിസ്തുവിനെ, പുത്രനെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പുതിയ നിയമങ്ങൾ വായിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ 82-ാം സങ്കീർത്തനത്തിന്റെ 1 തൊട്ട് 8 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. എല്ലാ വാക്യങ്ങളുമില്ല, ചില സെലക്റ്റഡ് ആയ വാക്യങ്ങളാണ്. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും. നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാർ എന്നും ഞാൻ പറഞ്ഞു. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും, പ്രഭുക്കന്മാരിൽ ഒരുത്തനെ പോലെ പട്ടുപോകും. ദൈവമേ, എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ, നീ സകല ജാതികളെയും അവകാശമാക്കിക്കൊള്ളുമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ 82-ാം സങ്കീർത്തനത്തിൽ അനേക സത്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്, അനേക ആഴങ്ങൾ, വളരെ ഡെപ്ത് ഉണ്ട്. നോക്കണേ, 6-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുക, ദൈവം പറയുകയാണ്, നിങ്ങൾ ആരാണ്? ഈ നിങ്ങൾ, ഈ ദേവന്മാർ, എലോഹീം, നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്ന് നിങ്ങൾ ഓർക്കയും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാർ എന്ന് ഞാൻ പറഞ്ഞു. ക്രിസ്തു പറഞ്ഞു. ഇവരൊക്കെ ആരാ? ഈ ഏഞ്ചൽസ് വീഴുന്നതിന്റെ മുന്നേ, ഇവർക്ക് വീഴ്ച സംഭവിക്കുന്നതിന് മുന്നേ. കാരണം നോക്കണേ, 2-ാമത്തെ വാക്യത്തിൽ ഇവരെങ്ങനെയാണ് ജാതികളെ ഭരിക്കുന്നത്? അനീതിയോടുകൂടി, മുഖപക്ഷത്തോടുകൂടിയാണ് ഇവർ ഭരിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കുന്നുണ്ടോ? ബാക്കി 11 ഭൂമിയുടെ ഡിവിഷൻസിൽ അനീതിയും മുഖപക്ഷവും ഉണ്ട്, അല്ലെ? ഇസ്രായേലിൽ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇസ്രായേലിലെ അനീതിയും അവര് ദൈവത്തിൽ നിന്റെ വഴിയിൽ നിന്ന് വിട്ട് മാറുമ്പോൾ ദൈവം അവർക്ക് തക്കതായ ശിക്ഷ അപ്പോൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ 11 ഡിവിഷൻസില് കാര്യങ്ങൾ വ്യത്യസ്തമാണ്, അത് മലിനമായിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വാക്യങ്ങളിൽ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ നോക്കണേ, ഇപ്പോൾ ദൈവം എന്താണ് പറയുന്നത്? നിങ്ങൾ ദൂതന്മാർ ആണ്, ദൈവപുത്രന്മാർ ആണ് എന്ന് നിങ്ങൾ പറയെങ്കിലും നിങ്ങൾ സാധാരണ മനുഷ്യരെ പോലെ എന്ത് ചെയ്യും? മരിക്കും. അപ്പോൾ ഇവർ സാധാരണ മനുഷ്യരായിരുന്നു മുമ്പ്? അല്ല, ദൂതന്മാരായിരുന്നു, പക്ഷെ വീണുപോയവരാ. നമ്മുടെ ദൈവം ദൈവാദി ദൈവം ആണ്. നമ്മുടെ ക്രിസ്തു ബാക്കിയുള്ള വീണുപോയ ഇലോഹിങ്ങളെ ന്യായം വിധിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മുൻപോട്ട് പോകാം. നമുക്ക് സെഫന്യ പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യഹോവ അവരോട് ഭയങ്കരനായിരിക്കും, അവൻ ഭൂമിയിലെ സകല ദേവന്മാരെയും ക്ഷയിപ്പിക്കും. ജാതികളുടെ സകല ദ്വീപുകളും അതത് സ്ഥലത്ത് നിന്ന് അവനെ നമസ്കരിക്കും. കണ്ടോ, ദൈവം പറയുക, പ്രവചന ആത്മാവിൽ തന്റെ ദാസൻ സെഫന്യായിൽ കൂടി പറയുക, ദ ലോർഡ്, ക്യാപിറ്റൽ LORD, യഹോവയാണ്. ദ ലോർഡ് വിൽ ബി ടെറിബിൾ അൺടു ദം. ഇവിടെ ദം ആരാണ്? അവർ ഈ വീണുപോയ പ്രധാന ദൂതന്മാരാണ്. അവരുടെ അണ്ടറിലുള്ള മറ്റ് വീണുപോയ ദൂതന്മാരുമാണ്.
റൈറ്റ്? അവരോട് ദൈവം എന്ത് ചെയ്യും? ദൈവം അവരെ എന്ത് ചെയ്യും? ഫാമിഷ് ചെയ്യും എന്ന് പറഞ്ഞാൽ അവരെ ക്ഷയിപ്പിച്ച് കളയും. റൈറ്റ്? എല്ലാ ബാക്കി ഭൂമണ്ഡലങ്ങളിലെ ലോക്കൽ അധികാരം പിടിച്ചിരിക്കുന്ന വീണുപോയ ദൂതന്മാരെ ദൈവം എന്ത് ചെയ്യും? ക്ഷയിപ്പിച്ച് കളയും എന്നാണ് ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം മുഴുവൻ ഭൂമിയെയും വീണ്ടെടുക്കുവാൻ വേണ്ടി മീഖായേൽ പ്രധാന ദൂതന്റെ കീഴിലുണ്ടായിരുന്ന, ആ അധികാരത്തിന് കീഴിലുണ്ടായിരുന്ന ദേശത്തെ തെരഞ്ഞെടുത്തു. മീഖായേൽ മാത്രമേ വീഴാതിരുന്നുള്ളൂ. ദൈവം മീഖായേൽ ഏത് ഭൂമിയുടെ മേലിൽ മീഖായേലിന് അധികാരമുണ്ടായിരുന്നു, ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, ആ ദേശത്തെ ആ ദേശത്തെ ദൈവം തെരഞ്ഞെടുത്തു ബാക്കിയുള്ള ഭൂമണ്ഡലത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി. ദൈവം ആ നിലമാണ്, ആ ദേശമാണ് ദൈവം അബ്രഹാമിനും അവന്റെ പിൻഗാമികൾക്കും നൽകും എന്ന വാഗ്ദത്തം അബ്രഹാമിനോട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തുകൊണ്ടാണ് ദൈവം ആ ഇസ്രായേൽ ആ ഒരു ബൗണ്ടറി എടുത്തത്? എന്തുകൊണ്ട് ദൈവം ഇന്ത്യയെ തെരഞ്ഞെടുത്തില്ല? ലോകരാഷ്ട്രങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടി എന്തുകൊണ്ട് ദൈവം മറ്റേതെങ്കിലും ഒരു ദേശത്തെ തിരഞ്ഞെടുക്കാഞ്ഞത്? കാരണം ആ ദേശത്തെ പ്രധാന ദൂതന്മാരെല്ലാവരും സൃഷ്ടിതാവായ ദൈവത്തിനെതിരെ ലൂസിഫറിനോട് ചേർന്ന് മത്സരിക്കുകയായിരുന്നു. അതാണ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ കിങ്ഡം പ്രോഗ്രാം. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം നമുക്കൊന്ന് ഓടിച്ചു വായിക്കാം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. ലോത്തും അവനോട് കൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു. അബ്രാം തന്റെ ഭാര്യയായ സാറായിയെയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളെയൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട് കനാൻ ദേശത്ത് എത്തി. ഇനി നോക്കണേ, ഉൽപ്പത്തി 15:18 ഉൽപ്പത്തി 35:12 നമുക്കൊന്ന് വായിക്കാം. അന്ന് യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ ഞാൻ അബ്രാമിനും ഇസ്ഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും. നിന്റെ ദേശം സകല സന്തതിക്കും ഈ ദേശം കൊടുക്കും എന്ന് അരുളി ചെയ്തു. അപ്പൊ മനസ്സിലാകുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് അതിന്റെ ബൗണ്ടറി കണ്ടോ? മിസ്രൈമിലെ നദി മുതൽ ഫ്രാത്ത് നദി വരെയുള്ള ബൗണ്ടറി, അതാണ് ദൈവം അബ്രഹാമിന് പ്രോമിസ് ചെയ്തത്. അതേ വാഗ്ദത്തം ദൈവം അബ്രഹാമിന്റെ സന്തതികളായ ഇസഹാക്കും യാക്കോബിനോടും അതേ കാര്യം ദൈവം ഉറപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്ക് എഫേസ്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മൾ അവനിൽ തിരഞ്ഞെടുക്കുകയും. അപ്പൊ നോക്കണേ, നമ്മൾ പല ഇടങ്ങളില് വീഡിയോസിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ബൈബിളിൽ പല സ്ഥാനത്ത് ഭൂമി, ദേശം, ലോകം ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഈ അബ്രഹാമിന് കൊടുത്ത ആ വാഗ്ദത്ത ആ ദേശം, ആ മിഡിൽ ഈസ്റ്റ്, ആ ഇസ്രായേലിന്റെ ആ ഒരു ബൗണ്ടറിയെ കുറിച്ചാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക്, ജാതികൾക്കും വേണ്ടി പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്കെതിരെ ലേഖനം എഴുതുമ്പോൾ ഓർപ്പിക്കുകയാണ് ദ മിസ്റ്ററി പ്രോഗ്രാം. അതായത് ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന, നിഗൂഢമായിരുന്ന ആ പദ്ധതി ലോകസ്ഥാപനത്തിന് മുൻപ്, അതായത് ഇസ്രായേൽ സ്ഥാപിക്കുന്നതിന് മുൻപേ ഉണ്ടായിരുന്നതാണ് എന്ന് ഓർപ്പിക്കുകയാണ്. കാരണം എന്താണ്? മത്സരം എവിടാണ് ആദ്യം ആരംഭിച്ചത്?
സ്വർഗമണ്ഡലത്തിൽ. അപ്പോൾ ആദ്യത്തെ പ്രോഗ്രാം എന്തുമായിരുന്നു? സ്വർഗമണ്ഡലത്തെ ശുദ്ധീകരിക്കാനുള്ള ഒരു പദ്ധതി. പക്ഷെ ആ പദ്ധതി ആദ്യം മുതലേ ക്രിസ്തുവിൽ നിഗൂഢമായിരുന്നു. ഇറ്റ് വാസ് ഹിഡൻ ഇൻ ക്രൈസ്റ്റ്. അപ്പോൾ ഈ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മുൻപോട്ട് പോകാം. ദൈവത്തിന്റെ രണ്ട് പദ്ധതികൾ, നിഗൂഢ പദ്ധതിയും പ്രവചന പദ്ധതിയും. നമുക്ക് ഈ ഒരു ചാർട്ട് ഞാൻ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പ്രോഫസി പ്രോഗ്രാം ദൈവം ലൂക്കോസിന്റെ സുവിശേഷം 1:69 വാക്യത്തിലും അപ്പോസ്തല പ്രവൃത്തി 3:21 എഴുതിയിരിക്കുന്നത് എന്തുവാ? ലോകാരംഭം മുതൽ അത് പറഞ്ഞ് വരുന്നത് തന്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരാൽ കൂടെ പ്രവചിച്ചു വരുന്നു. ഇവിടെ ലോകാരംഭം എന്തുവാ? ഇസ്രായേലിന്റെ ഫൗണ്ടേഷൻ മുതൽ, റൈറ്റ്? അതേസമയം ബാക്കി കർത്താവിന്റെ മിസ്റ്ററി പ്രോഗ്രാം എന്താ? ലോകാരംഭത്തിന് മുമ്പേ ക്രിസ്തുവിൽ മറന്നിരുന്നത്, അല്ലെ? ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3:5 പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നില്ല, ആർക്കും തന്നെ അറിയായി വരാത്ത ഒരു പ്രോഗ്രാം ആയിരുന്നു. അതായത് യെശയ്യാ പ്രവാചകൻ ഈ നിഗൂഢ പദ്ധതിയെ കുറിച്ച് പ്രവചിച്ചിട്ടില്ല. യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് ആരോടും തന്നെ ഈ മിസ്റ്ററി പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് പൗലോസ് അപ്പോസ്തലന് മാത്രം ആദ്യം വെളിപ്പെടുത്തിയ കാര്യമാണ്, ഇല്ലേ? നമുക്ക് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:26 വാക്യം നമുക്കൊന്ന് വായിക്കാം. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം കേട്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഈ രണ്ട് കാര്യങ്ങളെ, രണ്ട് പ്രോഗ്രാമും ക്രിസ്തുവാണ് അതിന്റെ അടിസ്ഥാനം, റൈറ്റ്? ദൈവത്തിന്റെ സുവിശേഷമാണ് അതിന്റെ അടിസ്ഥാനം. ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ മേൽ രാജ്യത്തിന്റെ സുവിശേഷം എന്നുള്ളൊരു പ്രോഗ്രാമിൽ കൂടി 12 ശിഷ്യന്മാരിൽ കൂടി ഭൂമണ്ഡലത്തെ നേടുന്ന പ്രോഗ്രാമും, അപ്പോൾ തന്നെ കൃപയുടെ സുവിശേഷം പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്ത് അതിൽ കൂടി ക്രിസ്തുവിന്റെ ശരീരം എന്ന സഭ ഈ കൃപയുടെ യുഗത്തിൽ രൂപീകരിച്ച് സ്വർഗീയ മണ്ഡലത്തെ ശുദ്ധീകരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ രണ്ട് പ്രോഗ്രാംസ്, പ്രവചന പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തിയുടെ പ്രകടനമാണ് പ്രവചന പദ്ധതി. അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ദൈവം മുന്നമേ ഘോഷിക്കും, പ്രഖ്യാപിക്കും. സാത്താൻ അവന്റെ മുഴുവൻ ബലം എടുത്ത് പരിശ്രമിക്കും അതിനെ തടയുവാൻ, ദൈവത്തിന്റെ പദ്ധതിയെ തടയുവാൻ. എന്നാൽ അവൻ പരാജയപ്പെട്ടു പോകും. ദൈവത്തിന്റെ ശക്തി ദൈവം പ്രദർശിപ്പിക്കുന്ന പദ്ധതിയാണ് ദ പ്രോഫസി പ്രോഗ്രാം അല്ലെങ്കിൽ ദ പ്രവചന പരിപാടി. എന്നാൽ മിസ്റ്ററി പ്രോഗ്രാം ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ പ്രകടനമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ മുന്നോട്ട് പഠിക്കാൻ പോവുകയാണ്. പ്രവചന പദ്ധതി 19 സങ്കീർത്തനം 1 വാക്യം നമുക്കൊന്ന് വായിക്കാം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഇവിടെ സങ്കീർത്തക്കാരൻ പറയുകയാണ്, മനുഷ്യർക്ക് ദൈവത്തെ കുറിച്ചുള്ള അറിവ് ഉണ്ടായിരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. എങ്ങനെ ആ അറിവുണ്ടായി? റോമർക്കെഴുതിയ ലേഖനം 1 അധ്യായം 19 വാക്യം തൊട്ട് 25 വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലനും അത് തന്നെയാണ് പറയുന്നത്. ഇച്ചിരൂടെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 1 അധ്യായം 15 തൊട്ട് 25 വാക്യം. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി.
ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ സാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അപ്പൊ കണ്ടോ എങ്ങനെ സൃഷ്ടിയിൽ കൂടി എല്ലാ മനുഷ്യർക്കും ദൈവത്തിന്റെ ജ്ഞാനം ഉണ്ടായിരുന്നു. പക്ഷെ അവർ ബുദ്ധിമാൻ എന്ന് ചമഞ്ഞ് അവരെന്തായി? അവർ സൃഷ്ടിതാവിനെ ആരാധിക്കുന്നതിന് പകരം അവര് സൃഷ്ടിയെ ആരാധിച്ചു തുടങ്ങി. അവരുടെ ഹൃദയം മൂഢമായി പോയി എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അങ്ങനായിരുന്നു എല്ലാ മനുഷ്യരുടെ അവസ്ഥ. അങ്ങനെയായിപ്പോയി. ദൈവം അവരെ അവരുടെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. ആ ഒരു പീരീഡിലാണ് ഭൂമിയെങ്ങും വളരെ വയലൻസ്, അക്രമങ്ങൾ ഉണ്ടായി എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. അങ്ങനത്തെ ഒരു സമയത്ത്, അങ്ങനത്തെ ഒരു കാലഘട്ടം ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുകയാണ്. അബ്രഹാമിനെ ഏത് ഭവനത്തിൽ നിന്നാണ് വിളിച്ചു വേർതിരിക്കുന്നത്? അബ്രഹാമിന്റെ പിതാവ് തേരഹിന്റെ ഔദ്യോഗികം എന്തുവാണ്? മൂർത്തികളെ ഉണ്ടാക്കുക, വിൽക്കുക, ഇല്ലേ? എന്നാൽ അതിന്റെ മധ്യയിൽ നിന്നാണ് ജീവനുള്ള ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നത്. ദൈവത്തിന്റെ ശക്തിയുടെ പ്രകടനമാണല്ലോ പ്രവചന പദ്ധതി. അബ്രഹാമിന്റെ സന്തതികളെ കൂടി ദൈവം ഈ ഭൂമിയെ അനുഗ്രഹിക്കുന്നു പറയുമ്പോൾ തന്നെ അബ്രഹാമും സാറാവും വളരെ വയസ്സായപ്പോൾ പോലും അവർക്കൊരു മകൻ ഇല്ലായിരുന്നു, അവർക്ക് കുട്ടികളില്ലായിരുന്നു. എന്നാൽ പ്രതീക്ഷ എല്ലാം പോയ സാഹചര്യത്തിലും ദൈവം തന്റെ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിച്ചു. അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഒരു മകനെ കൊടുത്ത് അനുഗ്രഹിക്കുകയുണ്ടായി. ഇതാണ് ദൈവത്തിന്റെ ശക്തിയുടെ പ്രകടനം. അടുത്തത് നമുക്ക് വായിക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 28 തൊട്ട് 31 വരെയുള്ള വാക്യം. നാമ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്ന് കാണുന്നു. തിരുവെഴുത്തോ എന്തു പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകയില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പൗലോസ് അപ്പോസ്തലൻ ദൈവം ഈ ഒരു അരുളപ്പാട് കൊടുത്തിട്ട് എഴുതുകയാണ്. ഇസഹാക്ക്, അബ്രഹാമിന് മകൻ ഇസഹാക്ക്, വാഗ്ദത്ത സന്തതി ഇസഹാക്ക് ഉണ്ടായപ്പോൾ ജഡപ്രകാരം ഉണ്ടായ സന്തതി, ഹാഗറിൽ കൂടി ഉണ്ടായ സന്തതിയും ഇസ്മായിലും കൂടെ എന്ത് ചെയ്യുമായിരുന്നു? ഇസഹാക്കിനെ ഉപദ്രവിക്കുകയായിരുന്നു. എങ്ങനെയാണ്? ഇസഹാക്കിനോട് പറയും, എടാ നീ അല്ല വാഗ്ദത്ത സന്തതി, ഞാനാ വാഗ്ദത്ത സന്തതി, ഞാനാണ് ആദ്യത്തവൻ, ഞാനാണ് മൂത്തവൻ, ഞാനാണ് നിന്നേക്കാൾ വലിയവൻ. അങ്ങനെ ഉപദ്രവിച്ച് ഇരുന്നു എന്ന് ഉള്ളൊരു വെളിപ്പാട് ആർക്ക് കിട്ടി? പൗലോസ് അപ്പോസ്തലന് ദൈവം നൽകിയ. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഹാഗാറിനെയും ഇസ്മായിലിനെയും ന്യായപ്രമാണത്തോടു കൂടിയാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. എന്നിട്ട് എങ്ങനെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞോ സ്ത്രീയെയും തൻ്റെ മകനെയും ഇസ്മായിലിനെയും പുറത്താക്കാന്ന് പറയുന്നത് പോലെ നമ്മൾ ദാസ്യത്വത്തിന്റെ ആത്മാവുള്ളവരല്ല, നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. അതുകൊണ്ട് എങ്ങനെ അബ്രഹാം അവരെ പുറത്താക്കിയോ അതുപോലെ നമ്മളും എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനാൽ ലഭിച്ച, ക്രിസ്തു മുഖാന്തരം ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ നമ്മൾ മുന്നേറണം. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വന്ന ഇതേ ഉള്ളൂ. ഇസഹാക്കിനെ സാത്താൻ ഉപദ്രവിക്കാൻ നോക്കി, പക്ഷെ ദൈവം ഇസഹാക്കിനെ രക്ഷിച്ചു, സഹായിച്ചു. അടുത്തത് യാക്കോബിന്റെ ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികൾ ഉണ്ടായി. ഏശാവ് അവനെ കൊല്ലുവാൻ നോക്കി. യാക്കോബിന്റെ ജീവിത പോരാട്ടങ്ങളിൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് അവനെ സകല വിപത്തുകളിൽ നിന്ന് വിടുവിച്ചു, അല്ലേ? അവന്റെ മക്കളെ ദൈവം നൽകി. ദൈവം അവന്റെ കൂടാരത്തെ വിസ്താരമുള്ളതാക്കി. അടുത്തത് യോസെഫിനെ സഹോദരന്മാർ യോസെഫിനെ എന്ത് ചെയ്യുക? അസൂയ കൊണ്ട് അവനെ
കൊല്ലുവാൻ ശ്രമിക്കുകയുണ്ടായി. റൂബേൻ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് അവര് യോസെഫിനെ കൊന്നുകളയാഞ്ഞത്. എന്നാൽ മിസ്രൈം വ്യാപാരികൾക്ക് വിറ്റു എങ്കിലും ദൈവം യോസേഫിനോട് കൂടെ ഇരുന്നു. അടുത്ത മോശയാണ്. മോശയിൽ കൂടി ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമ്യ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് അറിഞ്ഞപ്പോൾ സാത്താൻ തന്റെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് മോശെ ജനനത്തിങ്കൽ തന്നെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു. പക്ഷെ നമുക്കറിയാം എങ്ങനെ ദൈവം മോശെ പരിപാലിച്ചു. ഒടുവിൽ ദൈവം എങ്ങനെ നിരൂപിച്ചോ, ദൈവം എന്ത് പ്രഖ്യാപിച്ചോ, അതുപോലെ തന്നെ ദൈവം മോശയിൽ കൂടി ഇസ്രായേലിനെ മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കുകയുണ്ടായി. അടുത്തതായിട്ട് യോശുവയെ കുറിച്ച് നോക്കണം. യോശുവയുടെ നേതൃത്വത്തിനെതിരെ അനേക ചലഞ്ചസുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കനാൻ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി 12 പേരെ വിട്ടപ്പോൾ അതിൽ 10 പേരും, അതായത് ഭൂരിപക്ഷവും ആൾക്കാർ, 2 പേരൊഴിച്ച് ബാക്കിയുള്ളവർ വന്ന് ഒരു റിപ്പോർട്ട് കൊടുക്കുകയുണ്ടായി. അവർ പറയുക കനാന്യ ദേശം അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. നോക്കണേ, ഇതേ ദേശമാണ് അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തത്, റൈറ്റ്? പക്ഷേ സാത്താൻ എന്ത് ചെയ്തു? ഈ സമയം കൊണ്ട് കനാന്യ ദേശത്തിൽ മല്ലന്മാരെ കൊണ്ട്, ഭീമന്മാരെ കൊണ്ട് അവിടെ നിറച്ചു. കോട്ടകൾ കെട്ടി വാഴുന്ന പട്ടണങ്ങൾ അവിടെ, രാജാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു, റൈറ്റ്? അപ്പൊ ഇവരെയൊക്കെ കണ്ടപ്പോൾ ഈ 10 പേര് പറയുക, ഞങ്ങൾ അവരുടെ മുൻപിൽ വെറും ഒരു വെട്ടിക്കിളിയെ പോലെയായി. അത് അവർ പറഞ്ഞ റിപ്പോർട്ട് ശരിയാ. ഇവർ വലിയ ഭീമന്മാരായിരുന്നു, രാക്ഷസന്മാരായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് തെറ്റാണ് എന്ന് പറഞ്ഞത്? കാരണം എന്താണെന്നറിയാം? അവരവരുടെ ദൈവത്തെ മറന്നു കളഞ്ഞു. ഇത്രയും പ്രതിസന്ധികളിൽ നിന്ന് വിടുവിച്ച് അവരെ കൊണ്ടുവന്ന ദൈവം അവരോട് കൂടെ ഉണ്ട്. ആ ദൈവം ഈ ഭീമന്മാർമേലും ജയം തരും എന്നുള്ള കാര്യം അവർ മറന്നുപോയി. അടുത്തതായിട്ട് ഇസ്രായേലിന്റെ ജീവിതത്തിൽ സമയത്തിൽ ഒരു നല്ല സമയം ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ പതിയെ ദൈവത്തിന്റെ കൽപ്പനകൾ ഒക്കെ ലംഘിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അങ്ങനത്തെ സമയങ്ങളിൽ ദൈവം എന്ത് ചെയ്യും? അവർക്കെതിരെ ചുറ്റുമുള്ള ശത്രുക്കളെ ഉയർപ്പിക്കും. ആ പീഡനം സഹിക്കാൻ വയ്യാതാവുമ്പോൾ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം ഒരു വ്യക്തിയെ ഉയർപ്പിക്കും. ആ ഒരു വ്യക്തിയിൽ കൂടി ദൈവം ഇസ്രായേലിനെ വിടുവിക്കും. ഈ ഒരു സർക്കിൾ നമ്മുടെ ഈ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഒട്ടേറെ നമുക്ക് കാണാം. നോക്കണേ, ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തി ബലഹീനരായ വ്യക്തികളെയാണ്. നോക്കണം, ഒഥനിയേലിനെ കുറിച്ച് നോക്കിയാൽ, ഒഥനിയേൽ ഒരു അന്യജാതിക്കാരന്റെ മകനാണ്. ആദ്യത്തെ ന്യായാധിപനാണ്. അടുത്തത് ഏഹൂദ് ഇടം കയ്യനാണ്. വലം കൈ, അതായത് ബലമുള്ള കൈ ഒരുപക്ഷെ തളർന്നതോ എന്തേലും ആയിരിക്കാം, ഇടം കയ്യനാണ്. ദെബോര ഒരു വനിത, ഒരു സ്ത്രീയാണ്. ഗിദയോൻ ഭീതിയുള്ളവനാണ്, അനേക പ്രാവശ്യം അടയാളങ്ങൾ ചോദിക്കുകയുണ്ടായി. യെഫ്താഹ് പരാക്രമശാലിയാണെങ്കിലും ഒരു വേശ്യാപുത്രനാണ്. സാംസന്റെ കാര്യം നമുക്ക് അറിയാം, എത്രയോ പ്രാവശ്യം ഇസ്രായേലിനെ വിടുവിച്ചെങ്കിലും അവന്റെ ബലഹീനതകളുടെ കാര്യം നമുക്ക് മനസ്സിലാകാം. ശങ്കർ മിശ്ര വിവാഹത്തിൽ നിന്ന് ഉണ്ടായതാണ്. അനാഥ് എന്നാണ് ശങ്കറിന്റെ പിതാവിന്റെ പേര്. അനാഥ് ഒരു കനാന്യ ദേവന്റെ പേരാണ്. ബാക്കി തോല, യായിർ, ഇബ്സാൻ, ഏലോൻ, അബ്ദോൻ ഇവരൊക്കെ ചെറു പ്രവാചകന്മാരെ പോലെ ചെറിയ ന്യായാധിപന്മാരായിട്ടാണ് അറിയപ്പെടുന്നത്. ദൈവം ഈ ചെറിയവരെ ഉപയോഗിച്ച്, ഈ ബലഹീനരെ ഉപയോഗിച്ച് എങ്ങനെ ഇസ്രായേലിനെ രക്ഷിച്ചോ അതുപോലെ വരും കാലങ്ങളിൽ ഇസ്രായേൽ മക്കളെ ദൈവം ഒരു ചെറിയൊരു ശേഷിപ്പ് മാത്രമേ ദൈവത്തിന് വിശ്വസ്തരായി നിൽക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചെറിയൊരു ശേഷിപ്പ് മാത്രം എതിർ ക്രിസ്തുവിന്റെ മുദ്ര ഏക്കാതെ പർവ്വതങ്ങളിലും ഒക്കെ ഒളിച്ചു പാർക്കുന്നു. അവരിൽ കൂടി ദൈവം ഈ ഭൂമണ്ഡലത്തെ വിശുദ്ധീകരിച്ചെടുക്കും.
നോക്കണേ, അടുത്തതായിട്ട് ദാവീദിന്റെ കാലത്ത് വന്നപ്പോൾ ദാവീദിന്റെ പ്രതിസന്ധികൾ എത്രയായിരുന്നു. കാട്ടുമൃഗങ്ങളുടെ കയ്യിൽ നിന്നും ഗോലിയാത്തിന്റെ കയ്യിൽ നിന്നും സ്വന്തം മകൻ അബ്ശാലോം ദാവീദിനെതിരെ വരുന്നു. ദാവീദിന്റെ വളരെ വിശ്വസ്തനായ ഒരു ഉപദേഷ്ടാവായിരുന്നു അഹിത്തോഫേൽ. അഹിത്തോഫേൽ വരെയും ദാവീദിനെതിരെ തിരിഞ്ഞപ്പോൾ ദൈവം അഹിത്തോഫേലിന്റെ ശരിയായ ആലോചന ദൈവം മറിച്ചു കളഞ്ഞു. നോക്കണേ, ദാവീദിനെ തകർക്കുവാൻ, ദാവീദിന്റെ വംശാവനായിട്ട് യേശുക്രിസ്തു വരും എന്ന് സാത്താൻ മനസ്സിലാക്കിയപ്പോൾ ദാവീദിനെ നശിപ്പിക്കാൻ നോക്കി. പക്ഷെ ദൈവം ദാവീദിനോട് കൂടെ ഇരുന്ന് ദാവീദ് പറഞ്ഞ എന്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവൻ എന്നെ വിടുവിച്ചു. അടുത്തത് നമ്മൾ എസ്തേറും മൊർദെഖായിയുടെയും കാര്യം നമുക്ക് അറിയാം. എങ്ങനെ ഹാമാൻ ലോകമെങ്ങും പാർത്ത യഹൂദന്മാരെ കൊന്നുകളയാനുള്ള അധികാരപത്രം വരെയും വാങ്ങി, രാജാവിന്റെ മോതിരം വരെയും വാങ്ങി, എല്ലാ പ്രൊവിൻസിലും കൽപ്പന പുറപ്പെടുവിച്ചു. പക്ഷെ ദൈവം എങ്ങനെ ആ കാര്യങ്ങളെ തിരിച്ചു മറിച്ച് മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയ ആ കൊലമരത്തിൽ ഹാമാൻ തന്നെ ഒടുവിൽ തൂങ്ങുകയുണ്ടായി. നോക്കണേ, ദൈവം എങ്ങനെ അവരെ രക്ഷിച്ചു. ഒടുവിൽ യേശുക്രിസ്തു വന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ ജന്മത്തെ വരെ നശിപ്പിക്കുവാൻ വേണ്ടി സാത്താൻ ശ്രമിച്ചു. യോസെഫും മറിയയും അവര് എങ്ങും ഒരു അഭയസ്ഥാനം ഇല്ലാതെ കുഞ്ഞിനെ ഡെലിവറി ചെയ്യുവാൻ ഒരു സ്ഥാനം പോലും കാണാതെ ഒടുവിൽ എവിടെ ഒരു പശുത്തൊട്ടിലാണ് കുഞ്ഞിന് ജന്മം നൽകുന്നത്. അടുത്ത കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ യേശുക്രിസ്തുവിന്റെ ജന്മം ഉണ്ടായപ്പോൾ ഹേരോദാവ് മോശയുടെ കാലത്ത് ഫറവോൻ ചെയ്തതുപോലെ ഹേരോദാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എന്നാൽ കർത്താവ് ദൈവം യോസെഫിനെയും മറിയയെയും യേശുവിനെയും ശിശുവായ യേശുവിനെയും പരിപാലിച്ചു. ഒടുവിൽ യൂദാ ഇസ്കറിയോത്തിൽ സാത്താൻ തന്നെ പ്രവേശിച്ചു. എന്തിനാ? യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഉറപ്പാക്കാൻ. കാരണം സാത്താന് പല കാര്യങ്ങൾ അറിയാമെങ്കിലും അവൻ സർവജ്ഞാനിയല്ല. അവൻ ചിന്തിച്ചു, യേശുക്രിസ്തുവിനെ ക്രൂശിച്ചാൽ അവൻ ജയിക്കും എന്ന് അവൻ ചിന്തിച്ചു. പക്ഷെ കൊലോസ്യർക്കെഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, കാൽവറി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു ജയം കൊണ്ടാടി സാത്താന്റെ തലയെ തകർത്ത് അവന്റെ ആയുധങ്ങളെ എല്ലാത്തിനെയും വെറും കാഴ്ച വസ്തുവാക്കി മാറ്റി. ആ അനേക പഴയ നിയമ പ്രവചന വാഗ്ദത്തങ്ങളെ നിറവേറ്റിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തു 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പാതാളത്തെയും മരണത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാത്താൻ പൂർണ്ണ ബലം ഉപയോഗിച്ചു യേശുക്രിസ്തുവിന്റെ ആ ജനനവും ആ ശുശ്രൂഷയും തടയുവാൻ വേണ്ടി. പക്ഷേ അവൻ പരാജിതനായി. ഇതാണ് പ്രവചന പദ്ധതി. ദൈവത്തിന്റെ ശക്തിയുടെ പ്രകടനമാണ്. പൗലോസിൽ നിന്നാണ് കർത്താവായ യേശുക്രിസ്തു രഹസ്യ കാര്യം അല്ലെങ്കിൽ നിഗൂഢ പദ്ധതി അല്ലെങ്കിൽ കൃപയുടെ യുഗം, കൃപയുടെ സുവിശേഷം ആരംഭിക്കുന്നത്. ഈ കൃപായുഗത്തിൽ സാത്താന് ഈ രഹസ്യം വെളിപ്പെടുന്നത് ദൈവസഭയെ ഒബ്സർവ് ചെയ്താണ്. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് സാത്താന് ദ മിസ്റ്ററി പ്രോഗ്രാം, നിഗൂഢ പദ്ധതി അവന് മുഴുവനായിട്ടും അവന് മനസ്സിലായി. അതുകൊണ്ട് ഇന്ന് കൃപയുടെ യുഗത്തിൽ കൃപയുടെ സുവിശേഷത്തെ അവൻ തടസ്സം ചെയ്യുകയാണ്. അവൻ ജനത്തിന്റെ കണ്ണുകളെ കുരുടാക്കുകയാണ്. അടുത്തത്, ഇസ്രായേലിനെ ഈ യുഗത്തിൽ തീർത്തു കളഞ്ഞാൽ, ഭൂമണ്ഡലത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞാൽ, ലോക മാപ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞാൽ ദൈവത്തിന്റെ രാജ്യത്തിന്റെ പദ്ധതി റാപ്ചറിന് ശേഷം തുടങ്ങത്തില്ല എന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് കഴിഞ്ഞ 2000 വർഷം കൊണ്ട് സാത്താൻ പൂർണ്ണ ശ്രമം എന്താണ്? ഇസ്രായേലിനെ ഈ ലോക മാപ്പിൽ നിന്ന്, ഭൂമണ്ഡലത്തിൽ നിന്ന് തുടച്ചു നീക്കുവാനുള്ള പരിശ്രമം നടക്കുക. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം എന്തുവാ? ആകാശത്ത് ചന്ദ്രനും സൂര്യനും നിലനിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേൽ നിലനിൽക്കുന്നതാണ്, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ റാപ്ചറോടുകൂടി കർത്താവിന്റെ രഹസ്യ വരവ് നോക്കണേ. കർത്താവിന്റെ 2-ാം വരവിന് 2 ഘട്ടമുണ്ട്. ഒന്ന് രഹസ്യ വരവ്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ ചേർക്കുവാൻ.
ബാക്കിയുള്ള വരവാണ് ഒലിവ് മലയിൽ വരുന്ന വരവ്. ഇന്ന് നമ്മൾ ആരും ഈ കൃപായുഗത്തിൽ കർത്താവിന്റെ ഒലിവ് മലയിൽ വരുന്ന വരവിനെ നോക്കി പാർക്കുകയല്ല. കാരണം ആ യഹോവയുടെ നാൾ, യഹോവയുടെ ദിവസം എന്ന് അറിയപ്പെടുന്ന ആ ദിവസം കൂരിരുട്ടും യുദ്ധവും അന്ധതമസിന്റെ ദിവസമാണെന്നാണ് തിരുവചനം എഴുതി. അതാണോ നാം കാത്തിരിക്കുന്നത്? നമ്മുടെ പ്രത്യാശ എന്തുവാ? മഹോപദ്രവിൽ കൂടി കടന്നു പോകുന്നതാണോ നമ്മുടെ പ്രത്യാശ? അല്ല. അതിനു മുന്നേ ക്രിസ്തു തന്റെ ശരീരമാകുന്ന സഭയെ ചേർക്കുവാൻ 1 തെസ്സലോനിക്കരുടെ ലേഖനം 4:16 എഴുതിയിരിക്കുന്നത് പോലെ അവൻ വരും. അതാണ് നമ്മുടെ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മുൻപോട്ട് പോകാം. റാപ്ചറിന് ശേഷം ഒരു പീരിയഡ് ഓഫ് ടൈം ഉണ്ട്, ദ പ്രോഫറ്റിക് ഗ്യാപ്പ് ഉണ്ട്. അതിനുശേഷം ഇസ്രായേൽ എന്ന് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായവും 11-ാമത്തെ അധ്യായത്തിൽ ദ പ്രിൻസ് ഓഫ് കവനന്റ്, ഉടമ്പടിയുടെ പ്രഭു എന്ന് പറഞ്ഞിരിക്കുന്ന എതിർ ക്രിസ്തുവുമായിട്ട് എന്ന് ഇസ്രായേൽ 7 വർഷത്തെ ഒരു കരാർ ഒപ്പിടുന്നു. ആ ദിവസം തൊട്ടാണ് 7 വർഷത്തെ മഹോപദ്രവകാലം അല്ലെങ്കിൽ ദാനിയേൽ പ്രവചനത്തിന്റെ 70-ാമത്തെ ആഴ്ച ആരംഭിക്കുന്നത്. ആ 70-ാമത്തെ ആഴ്ചയിൽ സ്നേഹം നടിച്ച് ഇസ്രായേൽ യഹൂദരെ ഇല്ലാതാക്കുവാൻ സാത്താൻ പൂർണ്ണ ബലം എടുക്കും, പൂർണ്ണ തന്ത്രങ്ങളെ അവനെടുക്കും. തിരുവചനം എഴുതിയിരിക്കുന്നു, ആ ദിവസങ്ങളെ ദൈവം തന്റെ കരുണയാൽ ചുരുക്കിയില്ലെങ്കിൽ ഒരു ജഡവും ജീവനോടെ ശേഷിക്കത്തില്ല എന്നാണ് തിരുവചനം എഴുതിയിരിക്കുന്നത്. നോക്കണേ, എന്നാൽ അതിന്റെ അവസാനം വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവം സ്ത്രീക്ക് കഴുകിനെ പോലെ ചിറക് കൊടുത്തു, അവൾ പറന്ന് ദൈവം അവക്ക് വേണ്ടി ഒരുക്കിയ ഇടത്ത് പോയി അഭയം പാർത്തു. ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒരു സ്ഥലമുണ്ട്. ഈ കാര്യത്തിന്റെ ഒരു നിഴലായിരുന്നു മോശെ ദൈവം പാറയുടെ വിള്ളലിൽ ഇരുത്തി ദൈവം ആ വിള്ളൽ തന്റെ കരം കൊണ്ട് മറച്ചത്. പ്രൈസ് ദി ലോർഡ്. ആ കാര്യം ഈ വരാൻ പോകുന്ന യുഗത്തിലെ ഇസ്രായേലിന്റെ ചെറിയ കൂട്ടം ശേഷിപ്പിന് ദൈവം എങ്ങനെ പരിപാലിക്കുന്നു അതിൻ്റെ ഒരു നിഴലാണ് മുൻപ് കണ്ടത്. എന്നാൽ നോക്കണേ, മഹോപദ്രവത്തിന്റെ കാലം അവസാനിക്കുമ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കുന്നവർ രക്ഷപ്പെടും എന്ന് പറഞ്ഞത്. ആ കാര്യം അവിടെ നോക്കണേ, കർത്താവിന്റെ വരവെങ്കിൽ ജീവനോടിരിക്കുന്ന ഈ ശേഷിപ്പ് അവർ എന്തിൽ നിന്ന് രക്ഷപ്പെടും? മരണഭീതിയിൽ നിന്നും, സാത്താന്റെ പോരാട്ടത്തിൽ നിന്നും, പീഡനത്തിൽ നിന്നും അവർ രക്ഷ പ്രാപിച്ച് 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കും. 1000 ആണ്ട് വാഴ്ചയിൽ യഹൂദന്മാരോടൊപ്പം ആരാണ് കടക്കുന്നതെന്ന് അറിയാമോ? യഹൂദന്മാർ ലോകമെങ്ങും വീണ്ടും ചിതറപ്പെടുമ്പോൾ അന്യജാതിക്കാർ, വിജാതികർ ആരെല്ലാം അവരോട് ദയ കാണിച്ചോ, കരുണ കാണിച്ചോ, ആ കൂട്ടരും 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കും. നോക്കണേ, കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുകയുണ്ടായി: ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു, ഞാൻ ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു, ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ആഹാരം നൽകി. ഉടനെ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവെ, ഞങ്ങൾ എപ്പോഴാണ് നിന്നെ ഇങ്ങനെ കണ്ടത്, വിശത്തും നഗ്നനും ദാഹിച്ചും കണ്ടത്? ഉടനെ കർത്താവ് എന്താ പറഞ്ഞേ? ശിഷ്യന്മാർ പറഞ്ഞ, നിങ്ങൾ ഇവരിൽ ചെറിയവന് ചെയ്തത് എനിക്ക് ചെയ്തത് പോലാണ്. എന്നിട്ട് കർത്താവ് പറയുന്നതല്ലാണ്ട് നോക്കണേ, ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. ആടും കോലാടിന്റെയും, ചെമ്മരിയാടും കോലാടിന്റെയും ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. ജഡ്ജ്മെന്റ് ഓഫ് ഷീപ്പ് നേഷൻസ് ആൻഡ് ഗോട്ട് നേഷൻസ്. ഇത് രണ്ടും വിജാതികരാ. ഇവരോട് കർത്താവ് പറയുന്നത് എന്തോ? വരുവീൻ, നിങ്ങൾക്ക് വേണ്ടി ലോകാരംഭം മുതൽ ഒരുക്കപ്പെട്ട രാജ്യത്തിലേക്ക് നിങ്ങളും പ്രവേശിക്കുക. കണ്ടോ എങ്ങനെയാണ് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തത്? മുഖാന്തരം, നിന്റെ സന്തതി മുഖാന്തരം ലോകരാഷ്ട്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും എന്നുള്ള കാര്യം. നമുക്കിനി മുൻപോട്ട് പോകാം. നിഗൂഢ പദ്ധതി. ഈ വീഡിയോ അല്പം ലെങ്തി ആണെങ്കിലും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾ പോസ് ചെയ്ത് നിങ്ങൾ സമയമെടുത്ത് ഇത് കാണണം. നിഗൂഢ പദ്ധതി ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ പ്രകടനമാണ്. നമ്മൾ ഇയ്യോബിന്റെ പുസ്തകം 5:13 വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഹി ടേക്കeth the wise in their own craftiness and the counsel of the froward is carried headlong. നമുക്കൊന്ന് വായിക്കാം മലയാളത്തിൽ.
അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു, വക്രബുദ്ധികളുടെ ആലോചന മറിഞ്ഞു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കണം, ആരാണ് ജ്ഞാനി? നമുക്ക് നോക്കാം. ഏ, ആ, 1 കൊരിന്ത്യർ 2:7-9 നമുക്കൊന്ന് വായിക്കാം. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മുമ്പ് നമ്മൾ പഠിച്ച കാര്യം ഓർക്കണം. ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ ഏതാണ് ലോകം? ഇസ്രായേലാണ്, അല്ലേ? അടുത്തത് അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നിന്ന് അത് ഈ ലോകത്തിന്റെ പ്രഭുക്കൾ ആരും അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ ആരാണ്? ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റുമാണോ? അല്ല. സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ. അവരതാരും അറിഞ്ഞില്ല, ഇല്ലേ? അവരറിഞ്ഞായിരുന്നെങ്കിൽ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. കർത്താവ് ക്രൂശിക്കപ്പെടുകയില്ലായിരുന്നെങ്കിൽ നമ്മുടെ രക്ഷാ പദ്ധതി നടപ്പിലാകത്തില്ലായിരുന്നു. ഇനി മെഹസ്കേലിലെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മെഹസ്കേൽ 22-ന്റെ 2-ാമത്തെ വാക്യമാണ്. ഇതാണ് ദ മിസ്റ്ററി പ്രോഗ്രാമിന്റെ, നിഗൂഢ പ്രോഗ്രാമിന്റെ അടിസ്ഥാനങ്ങൾ. നമുക്ക് വായിക്കാം. മനുഷ്യപുത്ര, നീ സോർ പ്രഭുവിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ ഹൃദയം നിഗളിച്ചു പോയി, നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു, ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിൽ ഇരിക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ സോർ പ്രഭു എന്ന് പറയുമ്പോൾ ലൂസിഫറിന്റെ കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്ക് വായിക്കാം അടുത്തത്. നീ ദൈവഭാവം നടിച്ചതുകൊണ്ട് നീ ദാനിയേലിലും ജ്ഞാനിയല്ലോ. നീ അറിയാതെ വണ്ണം മറച്ചു വെക്കാകുന്ന ഒരു രഹസ്യവുമില്ല. നിന്റെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ച് പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഗ്രഹിച്ചു വെച്ചു. കണ്ടോ? ഇവിടെ നോക്കണം, അതിന്റെ 3-ാമത്തെ വാക്യം എന്തുവാ? ബിഹോൾഡ് ദൗ ആർട്ട് വൈസർ ദാൻ ഡാനിയേൽ. എസ്കേല് ലൂസിഫറിന്റെ ജ്ഞാനം ആരെ കൊണ്ടാണ് കമ്പയർ ചെയ്യുന്നത്? സലോമോനെ കൊണ്ടല്ല, മറിച്ച് ദാനിയേലിനെ കൊണ്ടാണ്, ഇല്ല? എന്നിട്ട് പറയുന്നത് എന്തുവാ? നീ അറിയാത്ത വണ്ണം മറച്ചു വെക്കുന്ന ഒരു രഹസ്യവും ഇല്ല. കണ്ടോ? ലൂസിഫർ പറയുകയാണ്, എനിക്കറിയാത്ത ഒരു രഹസ്യവും ഇല്ല. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ, ആർക്കും എന്നിൽ നിന്ന് ഒരു കാര്യവും മറച്ചു വെക്കാൻ പറ്റത്തില്ല എന്ന് ലൂസിഫർ പറയുകയാണ്. കണ്ടോ? അടുത്ത 4-ാമത്തെ വാക്യത്തിൽ എന്താണെന്ന് നമ്മൾ വായിച്ച്, നിന്റെ ജ്ഞാനം കൊണ്ട് വിവേകം കൊണ്ട് നീ ധനം സമ്പാദിച്ചു. 12-ാമത്തെ വാക്യം. മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. കണ്ടോ? യു ഫുൾ ഓഫ് വിസ്ഡം ആൻഡ് പെർഫെക്റ്റ് ഇൻ ബ്യൂട്ടി എന്നാണ് ലൂസിഫറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി നോക്കാം. സാത്താന് അറിയാമായിരുന്നു ദൈവം ഇസ്രായേലിൽ കൂടി ലോകരാഷ്ട്രങ്ങളെ നേടും എന്നുള്ള കാര്യം സാത്താൻ അറിയാമായിരുന്നു. എവിടുന്ന് അറിയാമായിരുന്നു? പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെ പ്രവചിച്ചിട്ടുണ്ട്. സാത്താൻ ഇതും അറിയാമായിരുന്നു. 6 ദിവസം ദൈവം സൃഷ്ടിച്ചു. സൃഷ്ടികൾ 6 ദിവസങ്ങളിൽ എല്ലാ സൃഷ്ടിയും ചെയ്തിട്ട് 7-ാമത്തെ ദിവസം ദൈവം തന്റെ സൃഷ്ടിയുടെ ക്രിയയിൽ നിന്ന് വിശ്രമിച്ചു. ദൈവം ക്ഷീണിച്ചു പോയതുകൊണ്ട് വിശ്രമിച്ചതല്ല, മറിച്ച് ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആ പദ്ധതി 6 ദിവസത്തിൽ തീർത്തിട്ട് 7-ാം ദിവസം ദൈവം ഒരു പുതിയ സൃഷ്ടിയും ചെയ്തില്ല എന്നാണ് അതിന്റെ അർത്ഥമല്ല. ദൈവം ക്ഷീണിച്ചത് കൊണ്ട് ദൈവത്തിന് അല്പനേരം കിടന്നുറങ്ങേണ്ടി വന്നു എന്നല്ല അതിന്റെ അർത്ഥം. ഓക്കെ, ഇതാർക്കറിയാം? സാത്താൻ അറിയാം ദൈവം ഈ 7 ദിവസം കഴിഞ്ഞിട്ട് ഒരു കാര്യവും പുതിയതായിട്ട് സൃഷ്ടിക്കുന്നില്ലെന്ന് ആർക്കറിയാം? സാത്താൻ അറിയാം. ഓക്കെ, സാത്താൻ അതുകൊണ്ടറിയാം വീണുപോയ ദൂതന്മാർക്ക് പകരം ദൈവം മറ്റു ദൂതന്മാരെ സൃഷ്ടിക്കുന്നില്ലെന്നും ആർക്കറിയാം? സാത്താൻ അറിയാം. പക്ഷേ എസ്കേലിന്റെ 28-ന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ, നീ അറിയാത്ത വണ്ണം
മറച്ചു വെക്കുന്ന ഒരു രഹസ്യവും ഇല്ല എന്ന് സാത്താൻ അവനെ കൊണ്ട് തന്നെ പ്രശംസിച്ച് പറയുമ്പോൾ, ദൈവം ഒരു രഹസ്യം മറച്ചു വെച്ചു. ക്രിസ്തുവിൽ തന്നെ മറച്ചു വെച്ചു. ഒരു രഹസ്യം സാത്താന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്തായിരുന്നു ആ രഹസ്യം? ഈ കൃപായുഗത്തിൽ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് കൃപയുടെ സുവിശേഷം കേട്ട് പ്രവൃത്തി കൂടാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടാൻ കഴിയാത്ത ഒരു യുഗത്തിൽ കൃപയാൽ സൗജന്യമായി ദാനമായി ദൈവത്തിന്റെ ദാനമായി രക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടം ജനതയെ ദൈവം ഉപയോഗിച്ച് വീണുപോയ സാത്താന്യ ദൂതന്മാർ ഇന്ന് സ്വർഗസ്ഥലങ്ങളിൽ അവരവരുടെ സ്ഥാനങ്ങൾ പിടിച്ചു വെക്കുന്നു. എന്നാൽ ഒരു ദിവസം വരുന്നു, ഈ ബോഡി ഓഫ് ക്രൈസ്റ്റിലെ അംഗങ്ങൾ ആ സ്ഥാനങ്ങളെല്ലാം ഏറ്റെടുത്ത് സാത്താനെ വെട്ടി താഴെയിടുന്ന ഒരു സമയം. വെളിപ്പാട് പുസ്തകം 12:7-9 വരെ വായിക്കാം. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു. കണ്ടോ പ്രിയമുള്ളവരെ, മഹോപദ്രവകാലത്തിന്റെ നേർ പകുതി ആദ്യത്തെ 3.5 വർഷം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന യുദ്ധമാണ് ഇത്. ഇതെവിടാണ് നടക്കുന്നത്? ഈ ഭൂമിയിലല്ല, ഇത് സ്വർഗമണ്ഡലങ്ങളിൽ നടക്കുന്ന യുദ്ധമാണ്. നോക്കണേ, ഇവിടെയും ഒരൊറ്റ പ്രധാന ദൂതനാണ് സത്യത്തിന്റെ കൂടെ നിൽക്കുന്നത്. അതാരാ? മീഖായേലും അവന്റെ ദൂതന്മാരും. ബാക്കിയുള്ളവരുടെ കൂടെ സർപ്പവും അവന്റെ ദൂതന്മാരും. കണ്ടോ? സത്യത്തിന് നിൽക്കുവാൻ ഒരു പ്രധാന ദൂതനാണുള്ളത്. ബാക്കിയുള്ളവരെല്ലാവരും വീണുപോയി. പ്രിയമുള്ളവരെ, ഈ സമയത്ത് സാത്താനെ സ്വർഗമണ്ഡലങ്ങളിൽ നിന്ന് വെട്ടി ഈ ഭൂമിയിലേക്ക് വരികയാണ്. അവരാളത്തമായിട്ട് ഇവിടെ ഭൂമിയിൽ വീഴും. അതിനുശേഷമുള്ള വാക്യങ്ങൾ, ഭൂമിയിൽ അയ്യോ കഷ്ടം, ഭൂനിവാസികളെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, സാത്താൻ നിങ്ങളുടെ ഇടയിൽ വലിയ കോപത്തോടുകൂടി വന്നിരിക്കുന്നു എന്നുള്ള വാക്യം. പക്ഷേ അതിനോടുള്ള ചേർന്ന് നിൽക്കുന്ന വാക്യം ഇങ്ങനെയാണ്: സ്വർഗമണ്ഡലങ്ങളെ, സ്വർഗനിവാസികളെ, നിങ്ങൾ ഉല്ലസിച്ചാർപ്പിടുവീൻ, ദൈവരാജ്യം നിങ്ങളുടെ മധ്യയിൽ വന്നല്ലോ. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് 2 ഭാഗമുണ്ട്. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ ഉള്ളൊരു സ്വർഗമണ്ഡലത്തെ വീണ്ടെടുക്കുന്ന ദൈവരാജ്യവും ഭൂമണ്ഡലത്തെ വീണ്ടെടുക്കുന്ന ദൈവരാജ്യമുണ്ട്. എന്നാൽ എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ല കീഴ്പ്പെടുത്തിയത്. അതായത് ഇനി വരുവാനുള്ള ലോകം മുമ്പുള്ള ലോകം പോലെ ദൂതന്മാരുടെ അണ്ടറിലല്ല, പ്രധാന ദൂതന്മാരുടെ അണ്ടറിലല്ല. അത് ആരുടെ അണ്ടറിലാണെന്ന് എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇനി വരാനുള്ള ലോകം, വരുവാനുള്ള കാലം ക്രിസ്തുവിന്റെ അധീനതയിലായിരിക്കും പ്രിയമുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ അധീനതയിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് സ്വർഗമണ്ഡലത്തെ വാഴും. ക്രിസ്തുവിന്റെ അധീനതയിൽ ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന സഭ അല്ലെങ്കിൽ ഇസ്രായേൽ ഈ ഭൂമണ്ഡലത്തെയും വാഴും. നമുക്ക് മുൻപോട്ട് പോകാം. വെളിപ്പാട് 12:12-14 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞ് എന്ന മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഇതാണ് നാം മുമ്പേ പറഞ്ഞ വാക്യം. സ്വർഗത്തിൽ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിതമായി. എന്നാൽ ആ സമയം 3.5 വർഷം കൂടുണ്ട്. ഏതാ? ഈ ഭൂമിയിൽ പീഡനം. അതാണ് മഹോപദ്ര കാലം.
രണ്ടാമത്തെ ഭാഗം. ഇസ്രായേലിന് എതിരെ സാത്താൻ സമ്പൂർണ്ണ ശക്തിയോടുകൂടി ഇറങ്ങി പുറപ്പെടുവിക്കുക. ഈ കാലഘട്ടത്തെക്കുറിച്ചാണ് യേശുക്രിസ്തു പറഞ്ഞത്, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഇരുട്ട് വരുന്നു എന്ന്. എന്നാൽ ഈ സമയത്തേക്കുള്ള ഉള്ള ഉപദേശമാണ് ഹെബ്രായർക്കെഴുതിയ ലേഖനം തൊട്ട് വെളിപ്പാട് പുസ്തകമേ ഉള്ള ലേഖനം. അതെല്ലാം നോക്കട്ടെ, പത്രോസ് എഴുതുന്നത്, യോഹന്നാൻ എഴുതുന്നത്, എങ്ങനെ എതിർ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ കഴിയും, എങ്ങനെ കള്ള സഹോദരനെ മനസ്സിലാക്കാൻ കഴിയും. ഈ പീരീഡിൽ സാത്താന്റെ മുദ്ര ഏൽക്കാതിരിക്കണം, അതാണ് രക്ഷാമാർഗം. മനസ്സിലാവുന്നുണ്ടല്ലോ? അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. നമുക്ക് മുമ്പോട്ട് പോകാം. കിങ്ഡം സെയിൻസ്, അതായത് രാജ്യത്തിന്റെ സുവിശേഷം അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ പാപത്തിന്റെ ശുദ്ധീകരണം ഭാവിയിലാണ്. പ്രിയമുള്ളവരെ, വായിക്കാം സക്കറിയ പ്രവചനം 13-ാം അധ്യായം 1 തൊട്ട് 2-ാമത്തെ വാക്യം വരെ വായിക്കാം. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. അന്നാളിൽ ഞാൻ ദേശത്തു നിന്ന് വിഗ്രഹങ്ങളുടെ പേർ ഇല്ലാതാക്കും, ഇനി അവയെ ഓർക്കുകയുമില്ല. ഞാൻ പ്രവാചകന്മാരെയും മലിനാത്മാവിനെയും ദേശത്തു നിന്ന് നീക്കിക്കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കളുടെ വിടുതൽ എപ്പോഴാണ്? അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം 19 തൊട്ട് 21 വരെ ഉള്ള വാക്യങ്ങളിൽ പത്രോസ് അപ്പോസ്തലൻ എന്താണ് അന്ന് എഴുന്നേറ്റ് പ്രസംഗിച്ചത്? പിതാവ് മുൻ പ്രസംഗിച്ച ക്രിസ്തുവിനെ വീണ്ടും അയക്കും, അപ്പോൾ നമുക്ക് ശുഭകാലം ഉണ്ടാകും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2-ാം വരവിന് ശേഷമാണ് ഇസ്രായേൽ മക്കളുടെ പാപത്തിന്റെ പരിഹാരവും ആ ദേശത്തിൽ നിന്ന് മാലിന്യം നീക്കപ്പെടുന്നത്. എന്നാൽ റോമർക്കെഴുതിയ ലേഖനം മുതൽ ഫിലെമോൻ വരെ ഉള്ള ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നിഗൂഢ പദ്ധതിക്ക് കീഴിൽ കൃപയുടെ സുവിശേഷത്താൽ രക്ഷിക്കപ്പെടുന്ന ഓരോ ദൈവപൈതലിന്റെയും രക്ഷ വിശ്വാസത്തെങ്കിൽ പൂർത്തിയാകുക. അന്നേരം തന്നെ നമ്മളുടെ രക്ഷയുടെ സുവിശേഷം കേൾക്കുന്ന മാത്രമേ പരിശുദ്ധാത്മാവെന്ന ദാനം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു തന്ന് നമ്മളിൽ മേൽ കർത്താവ് പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഇടുകയാണ്. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നാൾ വരെയും ആ മുദ്ര നമ്മുടെ ഓരോ വിശ്വാസിയുടെ മേൽ ഉണ്ട്. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന്റെ നാൾ എന്നാണ്? 1 തെസ്സലോനിയർക്കെഴുതിയ ലേഖനം 4:16 കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടു കൂടി വരുമ്പോൾ മുൻപേ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ശേഷം ക്രിസ്തുവിൽ ജീവിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും, നമുക്ക് പുതിയ ശരീരം ലഭിക്കുന്ന അതാണ് കേട്ടോ. പരിശുദ്ധാത്മാവ് നാം ആ സുവിശേഷം കേൾക്കുമ്പോൾ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12:12 എഴുതിയിരിക്കും, പരിശുദ്ധാത്മാവ് നമ്മളെ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് സ്നാനമേൽപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പിന്നീട് പറഞ്ഞത്, നമുക്ക് ഒരു ദൈവം, ഒരു പ്രത്യാശ, ഒരു ക്രിസ്തു, ഒരു സ്നാനം എന്ന് പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ അങ്ങനല്ല പ്രവചന പദ്ധതിയിൽ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 28:18 തൊട്ട് 19 വരെ. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ വാക്യം വളരെ തെറ്റായ രീതിയിൽ ആൾക്കാർ എടുത്തിട്ടുണ്ട്. എന്നാൽ ഈ വാക്യം എപ്പോഴാണ് ഇത് പ്രാവർത്തികമാകുന്നത്? നോക്കണേ, കർത്താവ് യേശുക്രിസ്തുവിന്റെ 2-ാം വരവിന് ശേഷം 1000 ആണ്ട് വാഴ്ചയിൽ. അതുപോലെ തന്നെയാണ് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അവസാന ഭാഗങ്ങൾ ഒക്കെ എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ ലോകമെങ്ങും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ലോകമെങ്ങും പോയി. അവർ പോകുന്ന ഇടത്തെ ലാംഗ്വേജ്, ഭാഷകൾ അവർ ഓട്ടോമാറ്റിക്കലി പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ അവർ സംസാരിക്കും. രാജ്യത്തിന്റെ സുവിശേഷം 1000 ആണ്ട് വാഴ്ചയിൽ ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. വെള്ള സിംഹാസനത്തിന്റെ ന്യായവിധിക്ക് മുൻപേ ലോകമെങ്ങും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ
സ്വർഗമണ്ഡലവും ഭൂമണ്ഡലവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കീഴിലല്ല. കാരണം പൗലോസ് അപ്പോസ്തലൻ എന്നാണ് പറഞ്ഞത്? നമുക്ക് പോരാട്ടമുള്ളത് ആരോടാ? ജഡരക്തത്തോടല്ല. ഇന്നും വീണുപോയ ദൂതന്മാർ സ്വർഗമണ്ഡലത്തെ അവകാശപ്പെട്ടിരിക്കുകയാണ്. ഈ ഭൂമണ്ഡലത്തിന്റെ ശുദ്ധീകരണം നടന്നിട്ടില്ല. എന്നാൽ ഇത് രണ്ടും നടക്കും. കർത്താവായ യേശുവിന്റെ രണ്ടാം വരവെങ്കിൽ സ്വർഗമണ്ഡലവും ഭൂമണ്ഡലവും കർത്താവിന്റെ അധികാരത്തിന് കീഴിലാകും. അന്ന് സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും ഉണ്ടാകും, നടക്കും. അതില്ലയോ 12 അപ്പോസ്തലന്മാരുടെ പ്രത്യാശ? പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് സാത്താൻ ഈ മിസ്റ്ററി പ്രോഗ്രാം അല്ലെങ്കിൽ ഈ നിഗൂഢ പദ്ധതിയെ ഏറ്റവും അധികം വെറുക്കുന്നെന്നറിയാമോ? കാരണം ഈ നിഗൂഢ പദ്ധതിയിൽ കൂടിയാണ് സാത്താൻ പഠിച്ചത് അവന്റെ നിത്യപരാജയവും അവന്റെ നിത്യശിക്ഷാവധിയും. അവന് മനസ്സിലായി അവനും വെറും മനുഷ്യനെ പോലെ ചത്തുപോകും, മരിച്ചു പോകും എന്ന് അവന് മനസ്സിലായി. അവന് പുതപ്പ് ഒരു ദിവസം പുഴുക്കളായിരിക്കും. നിത്യതേ കാലവും അവൻ തീയിലും ഈ പുഴുക്കളാൽ അവനും പീഡിക്കപ്പെടും എന്ന് അവന് മനസ്സിലായി. സ്വർഗമണ്ഡലത്തിലെ സ്ഥാനം വരെയും അവന് നഷ്ടമായി എന്ന് അവന് മനസ്സിലായി ഇനിയും അവന് സമയം അധികമില്ല എന്ന്. എപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായത്? പൗലോസ് അപ്പോസ്തലൻ കർത്താവായ യേശു ക്രിസ്തു ഈ വേറിട്ട തന്നിൽ മറഞ്ഞിരുന്ന ജ്ഞാനം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ. പ്രിയമുള്ളവരെ, ഇന്ന് സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം ബൈബിളിനെ കറപ്റ്റ് ചെയ്യുക. 2, കൃപയുടെ സുവിശേഷം, പൗലോസ് അപ്പോസ്തലനിൽ കൂടി വെളിപ്പെട്ട കൃപയുടെ സുവിശേഷം ജനം അറിയാതിരിക്കുക. റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, ഇതിനെ മറച്ചു കളയുക. ഇതൊക്കെയാണ് സാത്താന്റെ തന്ത്രം. ഇന്ന് സാത്താന്റെ പോരാട്ടം ഡോക്ട്രിനലാണ്. ബൈബിൾ ഉപദേശത്തിന് വിരുദ്ധമാണ്. അതിനെ തിരിച്ചു മറിക്കാനാണ് സാത്താന്റെ ശ്രമം. പ്രിയമുള്ളവരെ, ഇത്രയും സമയം നിങ്ങളെടുത്ത് എൻ്റെ വാക്കുകൾ കേട്ടു. ദൈവം നിങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളിത് പോസ്റ്റ് ചെയ്ത് കേൾക്കുക, ഫോർവേഡ് ചെയ്യുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. വളരെ നന്ദി. ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ securejc@gmail.com എന്ന ഇമെയിൽ അയച്ചു തരിക. സമയം പോലെ മറുപടി